ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തവ സാമൺ ഫ്രൈ ആണ്. അപ്പോൾ അതിന് ഞാനിവിടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടേ ഓരോന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം നമ്മുടെ തവ ഒന്ന് ചൂടാക്കണം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. അതൊന്ന് ഒഴിച്ചിട്ട് തവയൊന്ന് സീസൺ ചെയ്യാം, എല്ലായിടത്തേക്കും എത്തത്തക്ക രീതിയിൽ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാമൺ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ആകെ കുരുമുളകും ഉപ്പും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കുറച്ച് നേരം ഒന്ന് പുരട്ടി വെച്ചിട്ട് നമ്മൾ ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. തവ നല്ല ചൂടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് സിസിൽ ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഒരു ചെറിയ ബ്ലോക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ. ആ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് ഒന്ന് റോസ്റ്റ് ആയിക്കോട്ടെ. ആ ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇതിനകത്തേക്ക് വരുന്നത് ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഗാർലിക്കും നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോഴത്തേക്കിന് നമുക്കതിനകത്തേക്ക് കുറച്ച് റോസ്മേരി, കുറച്ച് മതി, കുറച്ച് തൈമ്, ഇതാ ഒരു സീസണിങ് ഇച്ചിരൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും ഡയറക്റ്റ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ആ ബട്ടറിനകത്ത് കിടന്ന് അതിൻ്റെ ആ ഒരു സ്മെല്ല് ഇതിലേക്ക് വന്നാൽ മതി. ഇടയ്ക്ക് നമ്മളിതൊന്ന് നീക്കി കൊടുക്കണം. ഒരു സൈഡ് ഏകദേശം ഒന്നായിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ കാണുന്ന ഈ വൈറ്റ് കളർ അതിൻ്റെ ഓയിൽ ഇറങ്ങി വരുന്നതാണ്. അപ്പം നമുക്ക് ഒരു സൈഡ് ആയ സ്ഥിതിക്ക് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചില ആളുകൾ സാമൻ്റെ തൊലി ഉപയോഗിക്കാതെ തൊലി എടുത്ത് കളഞ്ഞിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതും കുഴപ്പമില്ല, അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസാണ്. പക്ഷേ ടു ബി ഫ്രാങ്ക് ഈ തൊലി ഉണ്ടല്ലോ കുറച്ചും കൂടി കഴിയുമ്പോൾ ഭയങ്കര ക്രിസ്പി ആവും. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു ഹാഫ് ലെമണ്, അതിൻ്റെ ജ്യൂസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് തോന്നും ശരിക്കും ലെമൺ നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്യില്ലല്ലോ, ലെമൺ ജ്യൂസ് ഹീറ്റ് ചെയ്തിട്ട് ഇതുവരെ നമുക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് സ്ക്വീസ് ചെയ്ത ലെമൺ ആഡ് ചെയ്താലും മതി. അപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് ആയി. അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് തിരിച്ചിടാം. ആക്ച്വലി ഇത്രയും വേവ് മതി ഇതിന്. സാമൺ പെട്ടെന്ന് വേവുന്ന മീനാണ്, പെട്ടെന്ന് വേവും ഇത്. ഇപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലായി ഈ സൈഡൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് ക്യാരമലൈസ് ആവാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് കിട്ടാനായിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് ചരിച്ച് ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സൈഡിൻ്റെ ഭാഗം മാത്രം. ഒരുപാടങ്ങ് പതുക്കരുത്, അതിൻ്റെ ആ ജ്യൂസി ഫ്ലേവർ പോവും. ഇപ്പം ഞാൻ എൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടറും ഒലിവ് ഓയിലും ഉള്ളത് ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. തീയില്ല, തീ അണച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ.
ആക്ച്വലി ഈ ബട്ടറിലുണ്ടല്ലോ, ബട്ടർ ഒരു നല്ല ഫാറ്റിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഈ ബട്ടറിൽ നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ചോറിട്ട് ഇളക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സാമൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ഗാർണിഷ് ചെയ്ത് കാണിച്ചു തരാമേ. നമ്മുടെ ടേസ്റ്റി സാമൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 10 മിനിറ്റ്സിനുള്ളിൽ, ഒരു 3 മിനിറ്റ്സ് വൺ സൈഡ്, 3 മിനിറ്റ്സ് അടുത്ത സൈഡ്, പിന്നെ ബാക്കി ഈ ഇതൊക്കെ ഒന്ന് അരിയാനും പിന്നെ ഇതൊന്ന് തവയൊക്കെ ഒന്ന് ചൂടാവാനും ഒക്കെ വെച്ചിട്ടൊരു 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റിയൊരു തവ ഫ്രൈഡ് സാമണാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം ഇത് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന്. സോ ഇതിൻ്റെ മിഡിലിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഇത് വെന്തിട്ടില്ലയോ എന്ന്, പക്ഷേ കട്ട് ചെയ്യുമ്പോൾ നോക്ക്, ഇപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു ഈവൻ ടോണ്, ഒരു ഈവൻ കളറാണ്. അല്ലാതെ കുറച്ച് വൈറ്റ്, കുറച്ച് വേറെ കളർ, അല്ലെങ്കിൽ കുറച്ച് ഓറഞ്ച് കളർ, അങ്ങനെയൊന്നും അല്ല. ഒരേപോലെയാണ് അതിൻ്റെ കളർ ഇരിക്കുന്നത്. അതിനർത്ഥം അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. ഇത് പിങ്ക് സാമണാണ്. കുറച്ച് നേരം വെന്താൽ മതി. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാതെ നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവത്തേ ഇല്ല. എന്തായാലും ട്രൈ ചെയ്യണം. സാമൺ കിട്ടുന്നവരാണെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ക്രിസ്മസ് ടൈമിലൊക്കെ ഇവിടെ സാമണ് നല്ല റേറ്റ് കുറവാണ്. ആ സമയത്തൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ആൽഡിയിലും ലിഡിലും ഒക്കെ വില കുറച്ച് കിട്ടും. അതാണേലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നല്ല ടേസ്റ്റുള്ള മീനാണ്. നാട്ടിലത് കിട്ടത്തില്ല, നല്ല റേറ്റാണ്. കിട്ടുമെങ്കിലും നല്ല റേറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ കിങ് ഫിഷ് നെയ്മീൻ ഉപയോഗിച്ചും ഇങ്ങനെ ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ വേവ് നെയ്മീനുണ്ട്. ഈ ചെറിയ സമയം കൊണ്ട് നെയ്മീൻ വെന്ത് കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ വേവ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു മസാലയിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഡിഷാണ്. ഹോപ്പ് യു ഓൾ ട്രൈ ഇറ്റ്. ലവ് യു ഓൾ.